ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈ ഭൂമിയിലേക്ക് വന്ന ഈശോയുടെ ഈ ഭൂമിയിലെ വളർത്തു പിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവ് ഒത്തിരി കാര്യങ്ങൾ ഈശോയെ പഠിപ്പിച്ചു. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ അപമാനപ്പെടുത്താൻ ആഗ്രഹിക്കാതെ വിശുദ്ധ ഔസേപ്പ് പിതാവ് സ്വീകരിച്ച നിലപാട് ഈശോയ്ക്ക് പ്രചോദനമായി മാറി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് അപമാനം വരുത്താതെ അവളെ രക്ഷിക്കുവാൻ രാത്രിയുടെ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച ഔസേപ്പ് പിതാവ്. ഉറക്കം ഒരു തരത്തിൽ ഔസേപ്പ് പിതാവിന് ധ്യാനമായിരുന്നു. ഈശോയെ പഠിപ്പിച്ചു ഔസേപ്പ് പിതാവ്. രാത്രിയുടെ നിശബ്ദതയിൽ മലയോരങ്ങളിൽ പിതാവുമായി പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ, ഉറക്കം ധ്യാനമാക്കാൻ പഠിപ്പിച്ചു. പലപ്പോഴും നിശബ്ദനായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. പീലാത്തോസിന്റെ മുമ്പിൽ മൗനം പാലിക്കാൻ, കുരിശിൽ കിടന്നപ്പോൾ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോഴും നിശബ്ദത പാലിക്കുവാൻ ഈശോയെ പഠിപ്പിച്ചത് വിശുദ്ധ ഔസേപ്പ് പിതാവ്. കാരണം 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ ഔസേപ്പ് പിതാവ് ഈശോയോട് ഒന്നും തന്നെ ചോദിച്ചില്ല. മറ്റുള്ളവർക്ക് അപമാനം വരുത്താതിരിക്കാൻ, രാത്രിയുടെ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാൻ, അവശ്യ നേരത്ത് മൗനം പാലിക്കാൻ വിശുദ്ധ ഔസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.